നമ്മളുടെയൊക്കെ ചിന്താഗതികൾക്ക് ചെറിയൊരു മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മുടെ കുടുംബജീവിതം ഒത്തിരി സന്തോഷമുള്ളതാക്കി തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, വിവാഹ ജീവിതം എന്ന് പറയുന്നത് എല്ലാ വ്യക്തികളുടെയും സ്വപ്നമാണ്. വിവാഹ ജീവിതത്തിലൂടെ എല്ലാവരും അനേക കാര്യങ്ങൾ സ്വപ്നം കാണാറുമുണ്ട്. എന്നാൽ കാണുന്ന സ്വപ്നങ്ങളൊന്നും പലപ്പോഴും അവരുടെ ജീവിതത്തിൽ നടക്കാറില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ നമ്മുടെ വിവാഹ ജീവിതം നടക്കാതെ പോകുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിത പങ്കാളിയിൽ നിന്ന് നമുക്ക് പലതും കിട്ടാതെ പോകുന്നത്? സ്നേഹമുള്ളവരെ, അതിന് നമ്മളുടെ ചിന്താഗതിയിൽ ഒരു ചെറിയ മാറ്റം വരുത്തുകയാണെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ, നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ എന്താണോ നമ്മൾ സ്വപ്നം കണ്ടത് അതുപോലെ ഒരു കുടുംബജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. എന്താണ് ആ ചിന്താഗതി? ആ ചിന്താഗതി വേറെ ഒന്നുമല്ല, നമ്മൾ നമ്മുടെ വിവാഹത്തിന് മുമ്പ് ചിന്തിച്ചിരുന്നതും വിവാഹത്തിന് ശേഷം ചിന്തിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. വിവാഹത്തിന് മുമ്പ് നമ്മളൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? എൻ്റേത്, ഇതെൻ്റെ, ഇത് നിൻ്റെ, ഇത് നിങ്ങളുടെ, എൻ്റേത്, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയല്ലേ? നമുക്ക് എന്ത് കിട്ടിയാലും, നമ്മൾ എന്ത് സമ്പാദിച്ചാലും, നമ്മൾ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുമ്പോഴും ഒക്കെ നമ്മൾ പറയുന്നത് എന്താ? ഇതെൻ്റെയാണ്, ഞാൻ അധ്വാനിച്ചതാണ്, ഞാൻ കഷ്ടപ്പെട്ട പൈസയാണ്. ഇതൊക്കെയല്ലേ നമ്മൾ പറയാറുണ്ടായിരുന്നത്. എന്നാൽ വിവാഹത്തിന് ശേഷം ഈ ചിന്താഗതി നിങ്ങളൊന്ന് മാറ്റിയാൽ മതി. വിവാഹത്തിന് ശേഷം എൻ്റേതും നിൻ്റേതുമല്ല, നമ്മളുടേതാണ്. നമുക്കൊരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഈ ചിന്താഗതി നമുക്കുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ കുടുംബജീവിതം സന്തോഷമുള്ളതായിത്തീരും. പലപ്പോഴും വിവാഹത്തിന് ശേഷവും പലരും ചിന്തിക്കുന്നതും എൻ്റേതും നിൻ്റേതും, ഞാൻ അധ്വാനിക്കുന്നു, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകുന്നു, നീ അധ്വാനിക്കുന്നു, നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകുന്നു, ഇത് നിൻ്റെ പൈസ, ഇതെൻ്റെ പൈസ. ആ ചിന്ത മാറണം. എപ്പോഴും എല്ലാം നമ്മളുടേതെന്ന് ഇരു കൂട്ടരും ചിന്തിക്കാൻ തുടങ്ങുന്നിടത്ത് അവരുടെ ജീവിതം സന്തോഷമുള്ളതായിത്തീരും. എന്നാൽ ഇരു കൂട്ടരും എന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടേതും അവരുടേതും എൻ്റേതെന്നും ചിന്തിക്കാൻ തുടങ്ങുന്നു, അങ്ങനെയുള്ള കുടുംബജീവിതം കൂടുതൽ അകന്നകന്നു പോകും. സ്നേഹമുള്ളവരെ, വിവാഹത്തിന് ശേഷം രണ്ടായിരുന്നത് ഒന്നായി തീരുകയാണ്. വിവാഹത്തിന് ശേഷം രണ്ട് എന്ന് ഒന്നില്ല. വിവാഹത്തിന് ശേഷം ഒന്ന് മാത്രമാണ്. രണ്ട് ബന്ധങ്ങൾ, രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് കഴിയുമ്പോൾ അത് ഒന്നായി തീരുന്നത് പോലെയാണ് വിവാഹ ജീവിതം. നമ്മൾ കണ്ടിട്ടില്ലേ, രണ്ട് പുഴകളെ ഒരുമിച്ച് ചേരുന്ന സ്ഥലത്ത് എന്ത് ശബ്ദമാണ്, അവിടെ എന്തെല്ലാം മാലിന്യങ്ങളാണ് വന്ന് ചേർന്ന് വീഴുന്നത്, എന്ത് കോലാഹല ശബ്ദങ്ങളാണ്, വലിയ എരമ്പലുകളാണ് അത് രണ്ടും കൂടെ കൂട്ടി യോജിക്കുന്നിടത്ത്. എന്നാൽ കുറേ ദൂരം ആ പുഴകളെ ഒഴുകി കഴിയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടോ, ആ പുഴകൾ കാണാൻ എന്ത് ശാന്തമാണ്. അത് രണ്ടാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുമോ? ആ പുഴ പിന്നെ നമ്മൾ കാണുന്നത് ഒന്നായി ചേർന്ന് ഒഴുകുന്നത് പോലെയാണ്. ഇതുപോലെയാണ് സ്നേഹമുള്ളവരെ കുടുംബജീവിതമെന്ന് പറയുന്നത്. ഒരിക്കലും വിവാഹത്തിന് ശേഷം ദമ്പതിമാരൊരിക്കലും പറയരുത് ഇതെൻ്റെയാണ്, ഇത് നിൻ്റെയാണ്, ഞാൻ സമ്പാദിച്ച പൈസ, ഞാൻ കഷ്ടപ്പെട്ട പൈസ, ഇതെൻ്റെ പൈസയാണ്. ഇങ്ങനെ ചിന്താഗതി നിങ്ങൾ മാറ്റിയിട്ട് പകരം എല്ലാം നമ്മുടേതെന്ന്, നമുക്കൊരുമിച്ച്, നമുക്ക് മുന്നോട്ട്, നമുക്ക് ചിന്തിക്കാം, നമുക്ക് പ്രവർത്തിക്കാം, ഇത് നമ്മുടേതാണ്, ഇത് നമ്മുടെ ആവശ്യമാണ്. അത് ജീവിത പങ്കാളികളുടെ ഇരുവരുടെയും ജീവിതത്തിൽ അവരവരുടെ മാതാപിതാക്കൾ അവരവരുടേന്ന് ആയി കരുതുക. ഭർത്താവിൻ്റെ മാതാപിതാക്കൾ ഭാര്യ എൻ്റേതായിട്ടും, ഭാര്യയുടെ മാതാപിതാക്കൾ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ഒരുപോലെ എൻ്റേതായിട്ടും കരുതാൻ സാധിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അവരുടേത് എന്ന് ജീവിതത്തിൽ നിന്ന് നീക്കിവെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതം സന്തോഷമുള്ളതാക്കി തീർക്കാൻ സാധിക്കും. അപ്പോൾ ഈ ചിന്താഗതി മാറ്റുക. എന്താണ്? വിവാഹത്തിന് മുമ്പ് നിൻ്റേതും എൻ്റേതും, വിവാഹത്തിന് ശേഷം എല്ലാം നമ്മുടേത്, നമുക്കൊരുമിച്ച്. അതേ സ്നേഹമുള്ളവരെ, വിവാഹത്തിന് ശേഷം നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. ഈ ചിന്താഗതി ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ നമ്മുടെ കുടുംബജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.